കർത്താവിന് സ്തോത്ര ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിൽ ആയപ്പോഴും കർത്താവ് ഇടയായിട്ട് നമുക്ക് നന്ദി പറയാം. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നിൻ്റെ സന്നിധിയിലായിരിക്കും കൃപയ്ക്കായിട്ട് ഞാൻ സ്തുതിക്കുന്നു. കർത്താവേ, നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഇത്രത്തോളം ഞങ്ങൾ നടത്തിയതിനായിട്ടും ഇത്രത്തോളം പരിപാലിച്ചാനായിട്ടും എല്ലാം നന്ദി പറയുന്നു. നിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളൊക്കെയും കർത്താവ് നമ്മളെ നടത്തിയാനായിട്ട് നന്ദി പറയുന്നു. വൃത്തിയാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒക്കെ നമ്മൾ മെസ്സേജുകൾ കേട്ടു. ചുങ്കക്കാരൻ്റെയും അതുപോലെ തന്നെ പരീക്ഷൻ്റെയൊക്കെ ഉപമകൾ നമ്മളോട് സംസാരിച്ച പോലെ തന്നെ സ്നാനത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സഹോദരൻ നമ്മളോട് സംസാരിച്ചു. വൃത്തിയാൽ ഷണ്ണൻ സ്നാനപ്പെടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അതിനുശേഷം ചൊവ്വാഴ്ചയും നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടു. അതിൻ്റെ പകരം നമ്മളോട് വചനം സംസാരിച്ച എബ്രായറിൽ 12 പറഞ്ഞ പോലെ തന്നെ സഹോദരൻ കുറേ കാര്യങ്ങൾ സഹോദരൻ്റെ ലൈഫോടുള്ള ബന്ധത്തിൽ വേറെ കടന്നുപോയ ആ അവസ്ഥയിലും ഒക്കെ ആയിട്ട് സഹോദരൻ സംസാരിക്കാൻ ഇടയായി തീർന്നു. അതും എന്നെ സംബന്ധിച്ചിടത്തോളം അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു അനുഗ്രഹത്തിൻ്റെ സമയമായിരുന്നു. കാരണം ഒത്തിരി ചിന്തിപ്പാനും മനസാന്തരപ്പെടുവാനൊക്കെ കർത്താവ് ആ സമയത്ത് എനിക്ക് ദൈവം ഇടയാക്കാനായിട്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോഴെനിക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അത് ഞാൻ എപ്പോഴും സഭയുടെ മുമ്പാകെ ആ കാര്യവും ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പാടി പാട്ടവും മാലിന്യവും ഇല്ലാതെ എന്നുള്ള ഒരു പാട്ട് പാടി അതിനുശേഷം അവസാനം സിനിമ പാടിയത് ശുഭ്ര വസ്ത്രധാരിയായി പ്രിയൻ്റെ മുമ്പിൽ നിൽപ്പാൻ. അതെ, ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഈ ലോകത്തോട് അനുഭവമാകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം എന്നോട് കേട്ട ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനം തന്നെയാണ്. എബ്രായർ 6:4 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിക്കാം. അതിന് താഴത്തെ 2 വാക്യം കൂടെ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയ്ക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാവുന്നു. ചുട്ടുകളയുക അത്രേ അതിൻ്റെ അവസാനം. ഓക്കെ, ഞാനിത് വായിക്കും. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം ധാരാളമായിട്ട് കേൾക്കുകയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ സഭയിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു, നമ്മളത് കേൾക്കുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കാരണം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തീർച്ചയായിട്ടും നമ്മളിത് മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ഇതിലൂടെ എല്ലാം നമ്മൾ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണിപ്പോൾ. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായിട്ട് തന്നെ നമ്മളോട് ഇടപെടുന്നു. മനസ്സാന്തരപ്പെടാനും നമുക്ക് ഏറ്റു പറയുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിപ്പോൾ ജീവനോടിരിക്കുമ്പോൾ ദൈവം അതിനുള്ള എല്ലാ അവസരങ്ങളും കർത്താവ് നമുക്ക് തരുന്നു. ഓരോ ദിവസവും അതിനനുസരിച്ച് ദൈവം നമുക്കുള്ള അവസരം തരുന്നു. നമുക്കതിന് വളരുവാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തരുന്നു. കാരണം അവൻ്റെ വചനം നമ്മളോട് ശക്തിയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളിലുള്ള പാപത്തെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വരികയും മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്യാൻ കർത്താവ് നമുക്ക് അവസരം തരികയും നമ്മളത് ശരിക്കും ഞാൻ വിചാരിക്കുന്നത് ആസ്വദിച്ച് പോകുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും നമ്മളെല്ലാവരും അങ്ങനെ ആസ്വദിച്ച് തന്നെ പോകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം അതിരിക്കുന്ന ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്നെ ഇതിരിക്കുന്ന പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവന് അപവാദം വരുത്തുന്നവനും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങൾ വിചാരിച്ചെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ ഈ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, വചനം നമ്മൾ കേൾക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. പ്രതിയാൽ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു 3-4 ആഴ്ചയായി പ്രതിയാൽ പൈതങ്ങളോട് സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരോട് അത് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്താണ് അതിൻ്റെ ആവശ്യകത ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു. നമ്മളിതെല്ലാം കഴിഞ്ഞവരും ആണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും നമ്മൾ എത്രമാത്രം മുമ്പോട്ട് ഇതിനകത്ത് ബലത്തോടെ ധൈര്യത്തോടെ നിൽക്കണം എന്നുള്ള അതിൻ്റെ താഴെ ഇരിക്കുന്നു. പലപ്പോഴും
പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളിലും ഞെരിച്ചിലും മുളച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. അപ്പം ആ ഒരു കാര്യം ആണ് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം. കാരണം നമ്മൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ വിത്ത് വീഴുമ്പോഴെല്ലാം അത് ഫലമായി തീരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഫലമായി ഒന്നും തീർന്നില്ല എങ്കിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ കണ്ട ചില കാര്യങ്ങൾ മാത്രമായിരുന്നു. കാരണം ആൻഡോവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ജീവിതത്തിനകത്തൂടെയും പല സ്റ്റേജുകളിലൂടെ കടന്നു പോയപ്പോഴും ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരുന്നു ഒക്കെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു ശരിയായ പ്രവർത്തനം, അല്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ, അവനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയും, അല്ലെങ്കിൽ നമ്മളത് വിട്ടുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ, ഞാനത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ആ കാര്യം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടാണ് ഞാനതങ്ങനെ സംസാരിച്ചത്. കാരണം മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. കാരണം നമ്മുടെ ഈ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നു, വചനം നമ്മുടെ ജീവിതത്തിനകത്ത് അത് അനുസരണമായി വന്നില്ലെങ്കിൽ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തിട്ട് നമ്മളിതെല്ലാം ആസ്വദിക്കുകയും നമ്മളിതെല്ലാം മനസ്സിലാക്കുകയും ഇതെല്ലാം ചെയ്തതിന് ശേഷവും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യം. കാരണം ഇത് കേട്ടിട്ട് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ ശക്തി പ്രാപിച്ചല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ഓരോ സ്റ്റെപ്പും അടുത്തടുത്ത് വരുന്നുണ്ടോ, അതോ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായിട്ട് നമ്മൾ ഇതൊക്കെ ആരെക്കൊണ്ട് കഴിയും, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ആണോ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്? അതായത് നമ്മൾ തെറ്റിപ്പോകാൻ ഉള്ള സാധ്യത നമ്മുടെ ജീവിതത്തിനകത്ത് വളരെ കൂടുതലുണ്ട്. കാരണം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും ആ ലോകത്തിൻ്റേതായ അതിലേക്ക് വലിച്ച് അടുപ്പിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അതിന് അനുകൂലമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം അതിന് അനുകൂലമാണ്. കാരണം അങ്ങോട്ട് അടുക്കാനുള്ള അനുകൂലമാണ്. പക്ഷേ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും നമ്മൾ കേട്ടിട്ട് അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ആയിത്തീരണം, അല്ലെങ്കിൽ അതിനെ എത്രമാത്രം നല്ല രീതിയിൽ തന്നെ അതിനെ കൈക്കൊള്ളണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ യെശയ്യാവിൽ നമുക്കത് അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. യെശയ്യാവ് 5 ചില വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. നമ്മളതിനെക്കുറിച്ച് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഇത് തന്നെയാണ്. പക്ഷേ എന്നോട് അത് വളരെ വ്യക്തമായിട്ട് ഇതിനോടുള്ള ബന്ധത്തിൽ ഇടപെട്ടത് ചില വാക്യങ്ങൾ 5:1 മുതൽ താഴോട്ടൊന്ന് വായിക്കാം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ലു പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് ഞാൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്ക് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്തു ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? മതി. നമ്മളെല്ലാം ഇത് കേട്ടിട്ടുള്ള വാക്യങ്ങളും വളരെ ഇതിനോടനുബന്ധിച്ച് പല മെസ്സേജുകളും കേട്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷേ അന്ന് എന്നോട് ദൈവത്തിൻ്റെ വചനം ഇടപെട്ടപ്പോൾ അത് വളരെ ശക്തമായിട്ട് തന്നെ ഇടപെട്ട ഒരു കാര്യമായിരുന്നു. കാരണം അതായത് അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞ് അതിലെ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു വന്ന് ദൈവത്തിൻ്റെ സഭയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, അല്ലേ? നമ്മൾ കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ ദിവസവും കർത്താവ് തരുന്നുണ്ട്. അതാത് ദിവസങ്ങളിൽ അതാത് സമയങ്ങളിൽ നമുക്ക് വേണ്ടിയുള്ള ഓരോ വചനങ്ങളും കർത്താവ് തരികയും കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഇത്രയെല്ലാം ചെയ്തതിന് ശേഷവും അവൻ കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. തീർച്ചയായിട്ടും ഞാനിതിനകത്ത് കാണുന്ന ഒരു വിഷയം, കാരണം നമ്മുടെ ജീവിതത്തിനകത്ത്
ഈ വചനങ്ങളെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മളിതിലൊക്കെ കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തു നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ സംസാരത്തിലായിരിക്കാം, നമ്മുടെ വാക്കിലായിരിക്കാം, നമ്മുടെ സകല പ്രവൃത്തിയിലും എന്താണ് നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്? ആ ഒരു മുന്തിരിയുടെ അനുഭവമാണോ, അതോ ആ ഒരു കാട്ടുമുന്തിരിയുടെ അനുഭവമാണോ? അതാണ് എന്നെ വീണ്ടും ഇതിനു മുമ്പ് നമ്മൾ വായിച്ച അതേ വാക്യത്തോടുള്ള ബന്ധത്തിൽ എന്നോട് ഇടപെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അതായത് കർത്താവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തി അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വചനം ഇതെല്ലാം നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിലുള്ള ഓരോ കാര്യങ്ങളും മാറിപ്പോകേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ മുളച്ചു വരുന്ന പല സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന പല ഈ ലോകത്തിൻ്റെ വേരുകളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വഹിക്കുന്ന കയ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെറുക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. അതായത് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് നല്ലൊരു ഫലമാണ്. അതായത് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കും നമ്മളായിരിക്കുന്നിടത്തെല്ലാം നല്ലൊരു ഫലം കായ്ക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ എന്നെ വളരെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കരുതിയപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങ എത്രയേ കായ്ച്ചത്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഒരു നല്ല ഫലം കായ്ക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നു, വചനം കേട്ട് നമ്മളിവിടുന്ന് കടന്നു പോകുന്നു. ഈ വചനമൊക്കെ കേട്ട് കടന്നു പോകുമ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിനുള്ളിൽ ഒരു പരിവർത്തനം, അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം, അതായത് നമ്മൾ തെറ്റിപ്പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അതിനെ എത്രമാത്രം നമ്മളതിനെ ശ്രദ്ധയോടെ കരുതണം. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകം ഇന്ന് സഹോദരൻ സങ്കീർത്തനം വായിച്ചപ്പോഴും നമ്മൾ കേട്ടു, നമ്മൾ ഓരോ വാക്യങ്ങളും അല്ലെങ്കിൽ പാട്ടുകളും അല്ലെങ്കിൽ സർവ്വതും നമ്മളെ ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വചനം ഓരോ ദിവസവും സംസാരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളായിരിക്കുന്ന തലങ്ങളിലൊക്കെയും ആ ഒരു നല്ല ഫലം, അതായത് കായ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.